സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച അറക്കപ്പടി ബ്രാഞ്ച് ഉദ്ഘാടനം നടന്നു. കേരള ബാങ്ക് ചെയർമാൻ പി മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. നവീകരിച്ച അറക്കപ്പടി ബ്രാഞ്ച് ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, ജനപ്രതിനിധികൾ, സഹകാരികൾ, സ്റ്റാഫുകൾ, സുഹൃത്തുക്കൾ എന്നിവരെല്ലാം ഒത്തുകൂടിയപ്പോൾ അതൊരു സൗഹൃദ സംഗമം കൂടിയായി. ബാങ്ക് പ്രസിഡന്റ് MI ബീരാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് AS അനിൽകുമാർ സ്വാഗതം പറഞ്ഞു. ബാങ്ക് സെക്രട്ടറി സിമി കുര്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കേരള ബാങ്ക് ചെയർമാൻ പി മോഹനൻ മാസ്റ്റർ നാടമുറിച്ച് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് ഏവരും ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. ഇവിടെ എല്ലാ മേഖലയിലും ഇടപെട്ട കൈവച്ച എല്ലാ രംഗത്തും നല്ല നിലയിൽ, ശ്ലാഘനീയമായ നിലയിൽ മുന്നേറിക്കൊണ്ടാണ് നിങ്ങളുടെ ബാങ്ക് ഇന്നത്തെ നിലയിൽ വളർച്ച പ്രാപിച്ചിട്ടുള്ളത്. ഇത് ഈ നാട്ടിലെ ജനങ്ങളുടെ, പ്രത്യേകിച്ച് സാധാരണക്കാരും ഇടത്തരക്കാരുമായിട്ടുള്ള മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ഇടയിൽ ബാങ്കിന് ആർജിക്കാൻ കഴിഞ്ഞിട്ടുള്ള വിശ്വാസ്യതയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഈ വളർച്ചക്കാധാരം എന്നുള്ളത് തർക്കമറ്റ കാര്യമാണ്. വളരെ വിശദമായിട്ടൊന്നും പ്രതിപാദിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ സഹകരണ മേഖല ജനജീവിതത്തിൻ്റെ, സാമൂഹ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളുമായി ആത്മബന്ധം പുലർത്തിക്കൊണ്ട്, വാചകമൊന്ന് മാറ്റിപ്പറഞ്ഞാൽ അറുത്തുമാറ്റാനാവാത്ത വിധത്തിലുള്ള ബന്ധം ഇന്ന് സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. താക്കോൽ കൈമാറ്റ ചടങ്ങിൽ ബ്രാഞ്ച് മാനേജർ അഖിൽ താക്കോൽ ഏറ്റുവാങ്ങി. വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റ് ഷെമീദ ഷെരീഫ് ആശംസകൾ നേർന്നു. നല്ല രീതിയിൽ നടക്കുന്ന ഒരു ബാങ്കാണ് വെങ്ങോല സഹകരണ ബാങ്ക്. ഈ ബാങ്കിന് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ നവീകരിച്ച ഈ പുതിയ ബ്രാഞ്ചിന് എൻ്റെ എല്ലാവിധ ഹൃദയം നിറഞ്ഞ ആശംസകളും അറിയിക്കുന്നു. മുൻ ടെക് ചെയർമാൻ അഡ്വക്കേറ്റ് NC മോഹനൻ നിക്ഷേപ സ്വീകരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ശ്രീ MI ബീരാസിന്റെ നേതൃത്വത്തിലുള്ള വെങ്ങോല സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾക്ക് സമർത്ഥമായി നേതൃത്വം കൊടുത്ത് മാതൃക സൃഷ്ടിക്കുന്ന ഒരു കാലയളവ് കൂടിയാണ്. നമ്മുടെ നാട്ടിലെ ഇതര സഹകരണ ബാങ്കുകൾക്ക് മാതൃകയാക്കാവുന്ന നിരവധി പുതിയ സംരംഭങ്ങൾ, പുതിയ മാതൃകകൾ, പുതിയ ഇടപെടലുകൾ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും കരുതലോടെയുള്ള ചേർത്ത് പിടിക്കൽ, അവരുടെ ആവശ്യങ്ങളിൽ, അവരുടെ ഗദ്ഗതങ്ങളിൽ ആശ്രയമായി, അത്താണിയായി എത്തിച്ചേരുക എന്ന സാമൂഹികമായ പ്രതിബദ്ധതയുടെ രൂപഭാവങ്ങൾ കൂടി നെയ്തെടുക്കുന്ന വെങ്ങോല സർവീസ് സഹകരണ ബാങ്കിന് ഇന്നിവിടെ സ്വീകരിച്ച, എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിക്ഷേപം സ്വീകരിക്കലാണ്. ഈ നിക്ഷേപം ഇനിയും ഒരുപാട് വർദ്ധിക്കട്ടെ. അതിന്റെ ഗുണഭോക്താക്കളായി ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും മാറിത്തീരട്ടെ എന്നുകൂടി പ്രത്യാശിച്ചുകൊണ്ട് വെങ്ങോല സർവീസ് സഹകരണ ബാങ്കിന്, അതിന്റെ ഭരണസമിതിക്ക്, പുതിയതായി നവീകരിക്കപ്പെട്ട അതിന്റെ ബ്രാഞ്ചിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ വിധത്തിലുമുള്ള ഭാവുകങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പൂർത്തിയാക്കിയ ഷാമിന് മുൻ MLA സാജു പോൾ ഉപഹാര സമർപ്പണം നടത്തി. CPI മണ്ഡലം സെക്രട്ടറി PK രാജീവൻ മുതിർന്ന സഹകാരികളെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. സഹകരണ മേഖലയെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തു വളർത്തുവാൻ വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ടെന്ന് ബാങ്ക് പ്രസിഡന്റ് MI ബീരാസ് അറിയിച്ചു. വെങ്ങോല സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രവർത്തന പുരോഗതിയുടെ ഒരു പ്രധാന നാഴികക്കല്ലായി മാറുകയാണ് അറക്കപ്പടി ബ്രാഞ്ചിൻ്റെ നവീകരിച്ച കെട്ടിടം. ആധുനികവൽക്കരണവും വൈവിധ്യവൽക്കരണവും ഇന്നത്തെ പുതിയ കാലഘട്ടത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത രണ്ട് ഘടകങ്ങളാണ്. സഹകരണ മേഖലയിൽ അത്തരത്തിലുള്ള പുതിയ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വെങ്ങോല സർവീസ് സഹകരണ ബാങ്കും ആ പുതിയ പരീക്ഷണങ്ങളോട് ചേർന്നുകൊണ്ട് നവീനമായ പദ്ധതികൾ ആവിഷ്കരിച്ച് ബാങ്കിംഗ് പ്രവർത്തനങ്ങൾക്കൊപ്പം ബാങ്കിംഗ് ഇതര പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുത്ത് ഈ നാടിന്
പരമാവധി പ്രകാശം ചൊരിയാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. സൂപ്പർ മാർക്കറ്റ് മുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി വരെയാണ് ഇന്ന് സഹകരണ മേഖലയിൽ ബാങ്കിംഗ് ഇതര രംഗത്ത് പ്രവർത്തിക്കുന്നത്. സഹകരണ മേഖലയിൽ 400 ഉൽപ്പന്നങ്ങൾ ഇന്ന് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല വിദേശത്ത് വരെ കയറ്റുമതി ചെയ്ത് പുതിയ അത്ഭുതങ്ങൾ സഹകരണ മേഖല സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ മാതൃകകൾക്ക് ഒപ്പം നിന്നുകൊണ്ട് ബംഗോല സർവീസ് സഹകരണ ബാങ്കും പുതിയ മേഖലകളിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. ഈ അറക്കപ്പടി ബ്രാഞ്ചിൻ്റെ നവീകരിച്ച പുതിയ സംവിധാനം തീർച്ചയായിട്ടും അത്തരം പ്രവർത്തനങ്ങൾക്കുള്ള ഉത്തേജനമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ബാങ്കിൻ്റെ സ്വന്തം കെട്ടിടത്തിലാണ് ഇപ്പോൾ ഇത് പ്രവർത്തിക്കുന്നത്. ഈ ബാങ്കിൻ്റെ ഭൂനിരപ്പിനടിയിൽ ഒരു നില കൂടിയുണ്ട്. ആ നിലയിൽ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള പുതിയ ജിം ആരംഭിക്കുന്നതിനെക്കുറിച്ചും ബാങ്ക് ആലോചിക്കുന്നുണ്ട്. പുതിയ സഹകരണ ക്ലിനിക്ക് ബംഗോളയിൽ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള ആലോചനയിലുമാണ്. അങ്ങനെ നൂതനങ്ങളായ പദ്ധതികൾ ഏറ്റെടുത്ത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആശ്വാസവും അഭിമാനവുമായ നിരവധിയായ പദ്ധതികൾ ഏറ്റെടുത്ത് ജനങ്ങളുടെ ആകെ ഒരു തണലായി ഈ സഹകരണ ബാങ്കിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ബാങ്ക് ലക്ഷ്യമിടുന്നത്. ഈ നാട്ടിലെ ജനങ്ങളുടെ അകമഴിഞ്ഞ സഹകരണം കക്ഷി രാഷ്ട്രീയത്തിനും മറ്റ് ഭിന്ന ചിന്തകൾക്കും അതീതമായി ജനങ്ങളാകെ ഒരുമിച്ച് നിന്ന് ഒരു കുടക്കീഴിൽ ഈ സഹകരണ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ടാണ് ഇത്തരം വിജയകരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ബാങ്കിന് സാധിക്കുന്നത്. ബാങ്കിൻ്റെ ഭരണസമിതി ജീവനക്കാരും ഒരു മനസ്സോടെ ഒറ്റക്കെട്ടായി നിന്ന് ഈ പ്രവർത്തനങ്ങൾ സമർപ്പിത മനസ്സോടുകൂടി ഏറ്റെടുക്കുന്നത് കൂടി കൊണ്ടാണ് ഇത്തരത്തിൽ വിജയകരമായ പാതയിലൂടെ സഞ്ചരിക്കാൻ ബാങ്കിന് സാധിക്കുന്നത്. ആ പാത കൂടുതൽ മേഖലയിലേക്ക് വികസിപ്പിക്കുവാൻ ആവശ്യമായിട്ടുള്ള മുഴുവൻ പിന്തുണയും സഹകരണവും ഭാവിയിലും ഈ നാട്ടിലെ സഹകാരികളിൽ നിന്ന് ജനാധിപത്യ വിശ്വാസികളിൽ നിന്ന് ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. NCP ജില്ലാ പ്രസിഡന്റ് TP അബ്ദുൾ അസീസ്, താലൂക്ക് വികസന സമിതി അംഗം PM സലീം, ബാങ്ക് മുൻ പ്രസിഡന്റ് R സുകുമാരൻ, രാജു മാത്താറ, ഷീല റെജി, MK ബാലൻ, അഡ്വക്കേറ്റ് അരുൺ പോൾ ജേക്കബ്, CP ഫൈസൽ, CV ഐസക്, ഡോക്ടർ AK സജീഷൻ, വിജി ബുജൈർ, OM സാജു, KJ തോമസ് എന്നിവരും പങ്കെടുത്തു. സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് KV മാത്തപ്പൻ കൃതജ്ഞത രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ബംഗോല.